ഈ പുറത്തേക്ക് ലാലേട്ടൻ കൈപിടിച്ച് നടത്തുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഇല്ല കുറച്ചും കൂടെ നിക്കാമായിരുന്നു? ഇല്ല എന്റെ ഫേസ് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അവര് നൂറയൊക്കെ കരഞ്ഞ് കെട്ടിപ്പിടിക്കായിരുന്നു. അതല്ലേ കോമഡി. ലാലേട്ടൻ ഇങ്ങനെ എന്റെ മനസ്സിലെ അപ്പുറത്തെ മാനസികാവസ്ഥ ഇപ്പഴാ പറയുന്നത്. അപ്പൊ രേണു വരുന്നോ, വരുന്നെങ്കിൽ വരാം, രേണുവിന് വരുന്നെങ്കിൽ വരാം, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് ലാലേട്ടൻ. അപ്പൊ ആ നിമിഷം ഞാൻ അയ്യോ ലാലേട്ട സോറി, അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ലാലേട്ട സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ ഇവിടെ നിന്നോളാം, സോറി ലാലേട്ട, ഇനി ലാസ്റ്റ് ആയിട്ട് പറയാം ലാലേട്ട കാല് പിടിക്കാൻ സോറി. ഓക്കെ നിന്നോളൂ, ഇനി പറഞ്ഞോളൂ. അതെ, ഞാൻ എന്നാ പറഞ്ഞത്, ലാലേട്ട ഞാൻ വരുവാ, സന്തോഷമായിട്ട് ഞാൻ പോവാടാ എല്ലാരും. ഏതായാലും ഞാൻ ചെന്നതിന് ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോ തിരിച്ച് നമ്മുടെ അപ്പാനിയും കൂടെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും യാത്ര പറഞ്ഞു വന്നപ്പോ പിറ്റേ ദിവസം അപ്പാനിയും ഉണ്ടായിരുന്നു. അതെ, ഈ പറയുന്ന പോലെ എല്ലാവരും ആ സമയത്ത് ട്രോൾ പേജുകളിലൊക്കെ വന്നതാണ് ആ ഒരു ചേച്ചിയുടെ പുറത്തേക്കുള്ള വരവെന്ന് പറഞ്ഞത്. കാരണം ബിഗ് ബോസ് സീസണുകളിൽ ആദ്യമായി ഒരു മത്സരാർത്ഥി ചിരിച്ചുകൊണ്ട് ആഘോഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ. അതെ, ഞാൻ തന്നെ കണ്ടു. എന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം ഒരാൾ ചിരിച്ചു കളിച്ച് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രോൾ പേജിലൊക്കെ അത് കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു ട്രോളല്ലേ എന്നെ ഇങ്ങനെ ഒരു അല്ല, അത് ട്രോൾ പേജുകളിലാണെങ്കിൽ വന്നെങ്കിൽ പോലും അതൊരു എന്താ പറയുക, ചേച്ചി അതിനകത്ത് നിന്ന് ചേച്ചി ഫേസ് ചെയ്ത ചേച്ചിക്ക് ഉണ്ടായ സ്ട്രഗിൾ ആണ് ആ മുഖത്തുണ്ടായ സന്തോഷം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് ചേച്ചിക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഇല്ല എന്നെ കൊണ്ട് ഈ ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തോട്ട് കൊണ്ടാണോ? ഗെയിം എനിക്ക് അതല്ല, എനിക്ക് പിള്ളേരെ കാണാൻ, എനിക്ക് ആദ്യം പിള്ളേരെ കാണാൻ ചാടിയതാ, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതെ, എനിക്ക് പറ്റില്ല. ഫിസിക്കൽ ഗെയിം എനിക്ക് ഒരുപാട് പറഞ്ഞു കേട്ടില്ല ലാലേട്ടൻ. ഞങ്ങൾ നോക്കി ഒരു ക്യാമറ അവിടെ എനിക്ക് വേണ്ടി ഇടി ചവിട്ടൊന്നും കൊള്ളാം, ഞാൻ മാറി നിൽക്കും. എനിക്കൊക്കെ ഒരു കുഞ്ഞൊരു ഈർക്കലി കൊണ്ടേ കൊടി കുത്തുന്ന ഗെയിമാ. ഈർക്കലോട്ട് അയ്യോ എന്റെ കൈയോട് ചെന്നു, ഞാൻ മാറി നിൽക്കുക. ഇവരുടെ എല്ലാം കളി ഞാൻ കാണുക. ഞാൻ നോക്കിയപ്പോ ശാരിയൊക്കെ ഇങ്ങനെ കിടന്ന് മറിയുക, എടുത്തെറിയ. നോക്കിയപ്പോ ഷാനവാസിക്കാരെ ഒറ്റ ഏറ് അക്ബറാന്ന് എന്റെ തലയിലോട്ടാന്ന് വീണ, ഞാൻ തെറിച്ചു. ഇതെല്ലാം കാണുമായിരുന്നു ഞാൻ. എന്തായാലും രസമായിരുന്നു.